ശ്രീ എ സമ്പത്ത്, ഒന്ന് കേരളത്തിന്റെ പ്രതിനിധികൾ എന്ത് വാങ്ങി തന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാം, താങ്കൾക്ക് ഉത്തരം പറയാം. അതിനോടൊപ്പം ഇവിടെ ഉയർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയമുണ്ടല്ലോ. കേന്ദ്രം വലിയ തോതിൽ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ഈ പ്രതികരണം മതിയോ? വളരെ ശക്തമായ പ്രതികരണം ഉയർത്താൻ മടിക്കുന്നുണ്ടോ? സമരം പ്രഖ്യാപിച്ചത് അത് സമ്മേളനമായി മാറിയോ? നയപ്രഖ്യാപനത്തിലെ വാക്കുകൾ മൈൽഡായി പോയോ? ഈ കാര്യത്തിലൊക്കെ ഒരു പിടുത്തമുണ്ടോ? ഇവിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും യാത്ര അയക്കാനും വന്നതടക്കം സൂചിപ്പിച്ചിട്ടാണ് ആ വിമർശനം. അഭിലാഷേ, ഈ പ്രായത്തിൻ്റെ കുറവ് കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പറയുന്നതിനെല്ലാം അതേ ഭാഷയിൽ തന്നെ തിരിച്ചു മറുപടി പറയാനായി എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇത് ചില രാഷ്ട്രീയ യോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുന്നത് പോലെ മാതൃഭൂമിയുടെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചർച്ചയിൽ വന്നിരുന്നിട്ട് വ്യക്തിപരമായി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് പോയാൽ തിരിച്ചും അതുപോലെ വ്യക്തിപരമായി തന്നെ ഞാൻ പറയും എന്ന് തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ ഞാൻ ആ പള്ളിക്കൂടത്തിലല്ല പഠിച്ചത്. ഇവിടെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം നമ്മളൊരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയിൽ നിന്ന് കാര്യങ്ങൾ വഴിതെറ്റിച്ച് കൊണ്ടുപോകണമെന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് പ്രത്യേകം എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. അദ്ദേഹം അത്തരത്തിലുള്ളൊരു മിഥ്യാലോകത്ത് ആറാടിക്കൊണ്ടേ ഇരിക്കട്ടെ. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെയോ KPCCയുടെ പ്രസിഡൻറ്റിനെയോ ഒന്നും ഏതെങ്കിലും വിധത്തിൽ ആക്ഷേപിക്കാനും ഞാൻ ഈ വേള ഉപയോഗിക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞതിൽ, വ്യക്തിപരമായി പറഞ്ഞതിന് എല്ലാത്തിനും മറുപടി പറയുന്നില്ലെങ്കിലും, കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ അവരും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത്തിലാക്കുന്നതിന് വേണ്ടി പ്രോട്ടോക്കോൾ എന്നുള്ളത് IAS ഉദ്യോഗസ്ഥർ നടത്തുന്നതല്ലാതെ ഒരു സഭയിൽ അംഗങ്ങളായിരുന്നവർ അവർ തമ്മിലുള്ള വ്യക്തിബന്ധം അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒക്കെ പ്രത്യേക പ്രതിനിധികളെ നിയോഗിക്കാറുണ്ട്. കേരള സംസ്ഥാന ഗവൺമെൻറ്റും അതേ ചെയ്തിട്ടുള്ളൂ. 4 പ്രത്യേക പ്രതിനിധികളുള്ള സംസ്ഥാനമുണ്ട്. എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പറ്റുള്ളെങ്കിൽ അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം ഒരു ദിവസം ഇവിടെ ഇരുന്നിട്ട്. 3 പ്രത്യേക പ്രതിനിധികളുള്ള സംസ്ഥാനമുണ്ട്. 2 പേർ രാഷ്ട്രീയ രംഗത്തു നിന്നും 2 പേർ IAS തലത്തിൽ നിന്നും വന്നിട്ടുള്ള അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളുണ്ട്. അവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ ആഫീസിൽ പോയി അവിടെ നിന്ന് തീട്ടൂരം വാങ്ങിച്ചിട്ട് ഇതെല്ലാം വിളിച്ചു പറഞ്ഞാലേ ആ പ്രവൃത്തികളാവൂ എന്ന് എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ ആ ധാരണ അങ്ങയെ നയിച്ചു കൊള്ളട്ടെ, എന്നെ നയിക്കേണ്ടതില്ല. ഒന്ന്. മറ്റൊന്ന്, ഇവിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വന്നാൽ പ്രധാനമന്ത്രി രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരികളിലാണ്, ഒരു സംശയവും വേണ്ട. സഖാവ് പിണറായി വിജയൻ്റെ പ്രസംഗങ്ങളായിരുന്നാലും ശരി തന്നെ, CPIM നേതാക്കളുടെ പ്രസംഗങ്ങളായാലും ശരി തന്നെ, ഇനി ഇതിൽ ജിൻഡോയോടായാലും അതല്ല ഇവിടെ ഇപ്പോൾ ഗണേഷിനോടായാലും സമ്പത്തിന് വ്യക്തിപരമായ സ്നേഹവും കാര്യങ്ങളും ഉള്ളത് മറ്റൊരു കാര്യം. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമാണ്. ആ രാഷ്ട്രീയ നിലപാടുകളെ നമ്മൾ ന്യായീകരിക്കും, ആ രാഷ്ട്രീയ നിലപാടുകൾ അത് നമ്മൾ പ്രസംഗിക്കും, പ്രചരിപ്പിക്കും, അതിനായി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. ആണല്ലോ, അതിലൊരു തർക്കവും ഇല്ലല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഒരു സംസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെതായ പരിപാടി ഉണ്ട് എങ്കിൽ സ്വാഭാവികമായി ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോവുക, അദ്ദേഹത്തെ യാത്ര അയക്കാൻ പോവുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതെല്ലാം വ്യക്തിപരമായി കാണേണ്ടതൊരു കാര്യമല്ല. 2 ഭരണഘടനാപരമായ ചുമതലകൾ വഹിക്കുന്നത്, ഒന്ന് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തലവൻ, മറ്റൊന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലവൻ. അത്തരമൊരു കാര്യത്തിൽ ഒരു ചർച്ചയിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞ് ക്യാബിനറ്റ് മാറ്റിവെച്ചിട്ട് അങ്ങനെ പോയി എന്നുള്ളതാണ്. മന്ത്രിസഭാ യോഗം എന്നും കൂടാം, എവിടെ വെച്ചും കൂടാമെന്നുള്ളത്. പിന്നെ ഇവിടെ വേറെ ചില കാര്യം, ഞാൻ പറയാത്ത ചില കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നതിനൊരു വലിയൊരു ശ്രമം നടത്തി കേട്ടോ. അത് എൻ്റെ വായിലേക്കൊന്നും കുത്തിത്തിരുവാനായി ശ്രമിക്കണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഒരു ഓർമ്മപ്പശകവുമില്ല. ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് പറയാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് പറയരുത്. അത്തരത്തിൽ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ദയവായി പറയുക. അത്തരത്തിലൊക്കെ നമ്മൾ മാന്യരായ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുമ്പിൽ ചെന്നിരുന്നിട്ട് മറുഭാഗത്തുള്ള ഒരാൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് ധരിപ്പിക്കുന്നത് അതൊരു നല്ല പ്രവണതയല്ല. ഇനിയും ഒരുപാട് ചർച്ചകളിൽ സംവാദങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കാണേണ്ടവരാണ്. അത്തരത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടവരാണ്. രാഷ്ട്രീയമുണ്ട്. ഈ നയപ്രഖ്യാപന പ്രസംഗം എന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ വിഷനാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ട്. ഇത് നടന്ന കാര്യങ്ങൾ, ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നാം ഈ രാജ്യത്ത് നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിച്ച് ഇന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുണ്ട്. കേരളം ഇത് സംബന്ധിച്ചെടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് ഇതിലെ ഖണ്ഡികകളിൽ പറയുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിനെ സംബന്ധിച്ച് ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിലുണ്ട്. അതിലെല്ലാം ഗവർണർക്ക് ഏതെങ്കിലും വ്യത്യസ്ത അഭിപ്രായം എന്നുള്ളതിൻ്റെ അല്ല. പിന്നെ സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് പറയുന്ന താളത്തിന് തന്നെ ഗവൺമെൻറ് തുള്ളണം എന്ന് വെച്ചാലേ അത് അങ്ങനെയൊക്കെ നമ്മൾ വാശി പിടിക്കാം. ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ്. തെരഞ്ഞെടുപ്പ്, അതിൽ ഭൂരിപക്ഷമുള്ളവർ അവരുടേതായ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് നിയമസഭയോട് ഉത്തരം പറയുകയും ജനപ്രതിനിധികൾ ജനങ്ങളോട് ഉത്തരം പറയുകയും ചെയ്യും. സ്വാഭാവികമായി.